കാര്യങ്ങൾ കണ്ട നമുക്ക് അങ്ങോട്ട് അറിയാണ്ട് അങ്ങോട്ട് ചൊറിഞ്ഞു കയറും. പിന്നെ നമുക്ക് അങ്ങോട്ട് ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞു തീർത്താലേ നമുക്കൊരു സ്വസ്ഥത കിട്ടത്തുള്ളൂ. ഗബ്രി ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഉള്ളിലുള്ള നമ്മുടെ ജാബ്രിയുടെ ആ പകുതി ഭാഗമില്ലേ, എന്താണ് പുള്ളിക്കാരത്തി ഇന്ന് രാവിലെ തൊട്ട് ഷോയില് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ വേഷം കെട്ടുകൾ, എന്തൊക്കെ കോപ്രായങ്ങള്, എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പൊന്നു ജാസ്മിനെ നീ ഈ മെലോ ഡ്രാമ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്നത്? വളരെ വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയുടെ ഫോട്ടോ നോക്കി രാവിലെ തന്നെ കുത്തിയിരുന്ന് ഗബ്രി നിന്റെ ചിരി, നിന്റെ കളി, നിന്റെ സംസാരം, നിന്നെ കാണാൻ എന്ത് കോപ്പ്. 10-50 ദിവസം പരിചയമുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മുടെ ജാസേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം അത്താക്ക് അറ്റാക്കാന്നോ ബ്ലോക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് 1 മണിക്കൂർ പോലും ഒരു ദുഃഖം നമ്മളാരും ഈ പറഞ്ഞ വ്യക്തിയിൽ കണ്ടില്ല. അപ്പോഴാണ് 10-50 ദിവസം മുമ്പ് പരിചയപ്പെട്ട ഒരു വ്യക്തിയോട് ഇത്രമാത്രം സ്നേഹം. ഇത് എന്തോ ഒരു സ്നേഹം എൻ്റെ ചേച്ചിയെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഷോയിലേക്ക് കയറുമ്പോൾ ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുമായി 6 to 7 months അഫെയർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ജാസ്മിൻ പറഞ്ഞ് കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ വളരെ കുറച്ചു ദിവസം മാത്രം പരിചയപ്പെട്ട ഗബ്രിയോട് ഇത്തിരിമാത്രം സ്നേഹം തോന്നാനായിട്ട് ഇതൊക്കെ ഒരുമാതിരി കാണിച്ചു കൂട്ടായങ്ങളല്ലേ? നമ്മളെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ വേണ്ടി ജാസ്മിൻ എന്ന് പറയുന്ന ഉഡ്ഡായപ്പിന്റെ ഉസ്താദായ ഈ പ്രസ്ഥാനം കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ, അത് തന്നെ ഒരു പ്രേക്ഷകന് പോലും ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹതാപോ അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ക ഉഡായിപ്പ് എന്ന് പറഞ്ഞ ഉഡായിപ്പിന്റെ ഉസ്താദാണ് ഈ ജാസ്മിൻ. സത്യം പറഞ്ഞ ഇന്ന് രാവിലെ ലൈവ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ചിന്തിക്കുവാണ്, ജാസ്മിൻ ഇപ്പോഴും കിച്ചൺ ടീമിൽ തന്നെയല്ലേ? നമ്മുടെ ടീമുകളൊക്കെ ആയിട്ട് തിരിച്ച് എല്ലാ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം അൻസിബ അവിടെ പണിയെടുക്കുന്നുണ്ട്, ശ്രീതു പണിയെടുക്കുന്നുണ്ട്, ജിൻഡോ വന്ന് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ മാത്രം ഗബ്രി പോയ വിഷമത്തിൽ മാറിയിരുന്ന് തിന്നാൻ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ പണിയെടുക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് ഫുഡടിക്കാൻ ഒരു പ്രശ്നവുമില്ല. ശ്രീരേഖ വന്നു പറയുന്നുണ്ട്, ജാസ്മിനെ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്തെങ്കിലും ചെയ്യാനായിട്ട്? ഞാൻ ചോദിക്കണേ, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കണേ? ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോയിൽ നിന്ന് എവിക്റ്റ് ആയിട്ടേ ഉള്ളൂ. എവിടെയും ചത്തുവൊന്നുമില്ല എന്ന് എൻ്റെ അറിവിലില്ല. ഇത്രമാത്രം പൊട്ടിക്കരഞ്ഞ് ഈ കാണാവുന്ന കോപ്രായങ്ങൾ മൊത്തം രാവിലോട്ട് കാണിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് ചില കണ്ടസ്റ്റന്റ് പോയിട്ട് അതെല്ലാം ശരിയാവും, നീ വിഷമിക്കണ്ട, നീ ശരിയാവും. ഇവന് വേറെ എവിടെയും പോയിട്ടില്ലല്ലോ. ഷോയിലുള്ള അവന്റെ വൃത്തികേടുകൾ സഹിക്കാൻ വയ്യാതെ പ്രേക്ഷകരുടെ ഒരു വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ പുറത്തു പോയൊരു കണ്ടസ്റ്റന്റ് പുറത്തു പോയിട്ട് അവൻ തള്ളുന്നുണ്ട്, ഞാനിപ്പോ പുറത്തു പോയില്ലായിരുന്നു, പവർ റൂമിൽ നിൽക്കുവാണെങ്കിൽ, പവർ റൂമിൽ പറ്റിപ്പടിച്ച് നിൽക്കുവാണെങ്കിൽ നീ ചിലപ്പോൾ അവിടെ നിൽക്കുമായിരിക്കും. അല്ല, നിന്റെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഗെയിം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ നോക്കുന്നത് ജസ്റ്റ് ഗെയിം മാത്രമല്ല, നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് എല്ലാ കാര്യങ്ങളും നോക്കും. അതിൽ ഒരു ലോക പരാജയം തന്നെയായിരുന്നു ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. നേരത്തെ പുറത്തു പോകണമായിരുന്നു, പക്ഷെ ഓരോരോ കാര്യങ്ങൾ ഒന്നെങ്കിൽ എവിക്ഷൻ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ പവർ റൂമിൽ കയറും, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ന്യായീകരണങ്ങൾ കാരണം മാത്രം പിടിച്ചു നിന്ന വ്യക്തിയാണ് ഗബ്രി. അപ്പൊ പുറത്തു പോയതിൽ എനിക്കൊന്നും തോന്നണില്ല, കാരണം പുറത്തു പോകേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയും മാത്രം വൃത്തികേടുകൾ കാണിച്ച് ഇതുപോലെ ഈ ഷോക്ക് ഇത്രയും ഒരു മോശപ്പെട്ട പേരുണ്ടാക്കി കൊടുത്ത ഒരു കണ്ടസ്റ്റന്റ്. അതുപോലെ തന്നെയാണ് ജാസ്മിനും. രണ്ടുപേരും ഈ ഷോയിൽ നിൽക്കാനായിട്ട് ഒരു അർഹതയില്ലാത്ത ആളുകൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഒരു ഫിസിക്കൽ ഗെയിം അല്ലെങ്കിൽ നമ്മളൊരു സംസാരിച്ച് തകർക്കുന്ന ടാസ്ക് ഇത് മാത്രമൊന്നുമല്ല. ഒരു ബിഗ് ബോസ് വിന്നർ എന്ന് പറയുമ്പോൾ അതിനൊരുവിധം അത്യാവശ്യം ക്വാളിറ്റീസ് ഒക്കെ വേണം. അപ്പൊ അതിൽ മേജർ ക്വാളിറ്റീസ് ആയ ഒരു പ്രേക്ഷകനും ഇഷ്ടപ്പെടാത്ത കുറേ വൃത്തികേടുകൾ മാത്രമേ ഇവരുടെ നിന്ന് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ കമ്മിങ് ബാക്ക് ടു ജാസ്മിൻ, അപ്പൊ ഒരു പണിയെടുക്കാതെ കയറി കുത്തിയിരുന്നുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് അയ്യോ അവൻ പോയി. അപ്പൊ അവൻ ഇപ്പൊ പറയുന്നത് അവൻ സീക്രട്ട് റൂമിൽ ഉണ്ടെന്നാ. അപ്പൊ ഗബ്രി സീക്രട്ട് റൂമിൽ ഉണ്ടെന്ന് വെച്ചിട്ടാണോ ജാസേച്ചി ഇതുപോലെയുള്ള പെർഫോമൻസ്? അല്ലെങ്കിൽ ഗബ്രി തിരിച്ചു വരുമ്പോ ഞാനിങ്ങനെ വിഷമിച്ചില്ല എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ?
ഫുള്ളിട്ടാ ഇത് കാണിക്കുന്ന മൊത്തം ഫ്രോഡ് പരിപാടിയാന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കാരണം നമ്മൾ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ജാസ്മിന്റെ പാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ജാസ്മിൻ ആരൊക്കെയായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടോ അവരെയൊക്കെ ഇങ്ങനെ എപ്പ തോന്നുന്നോ അപ്പ എടുത്ത് പുറത്ത് കളയുന്ന ഒരു പ്രത്യേക തരം ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഗബ്രി പുറത്തു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള കോമഡി ഷോകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതിൽ ഒരു ആത്മാർത്ഥതയില്ല എന്ന് മാത്രമല്ല ഇനിയിപ്പോ 2 ദിവസം ഈ ഒരു പിടുത്തം പിടിക്കും. വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ, ഇന്ന് ജാസ്മിൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഗബ്രി സീക്രട്ട് റൂമിലായിരിക്കും, കാരണം അവനേക്കാളും മോശമായി പെർഫോം ചെയ്യുന്ന കണ്ടസ്റ്റന്റ്, പക്ഷെ അവരുടെയൊക്കെ ക്യാരക്ടർ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതാണ് വ്യത്യാസം ജാസ്മിനെ, മനസ്സിലായോ? അപ്പൊ ഗബ്രി സീക്രട്ട് റൂമിൽ നിന്ന് ഈ ആഴ്ച ഇങ്ങോട്ട് തിരിച്ചു വരുമായിരിക്കും. ഗബ്രി ഈ ആഴ്ച തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യുമെന്ന് നമ്മൾ കൃത്യമായി കേട്ടിട്ടുണ്ട്. ജാസ്മിൻ ഇന്ന് ഐ തിങ്ക് അപ്സരയോടാ പറഞ്ഞെന്ന് തോന്നുന്നു. നോക്കട്ടെ ഈ ഷോ ക്വിറ്റ് ചെയ്ത് ഈ മോള് പുറത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇറങ്ങോ എന്ന്. അത്രമാത്രം സ്നേഹം ഗബ്രിയോടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നും നടക്കാൻ പോണില്ല, ഒരു സാധനം നടക്കാൻ പോണില്ല. ചേച്ചി നെക്സ്റ്റ് ട്രെയിൻ പിടിക്കും, ഒന്ന് കഴിഞ്ഞ് അടുത്ത് പിടിക്കാൻ ചേച്ചി റെഡി ആയിട്ട് നിൽക്കണ ഒരു പീസാണിത്. അപ്പോൾ നമ്മൾ ഇവരുടെ ക്യാരക്ടർ ഒന്നും പറയണതല്ല, പക്ഷെ കാണിച്ചു കൂട്ടായികൾ, അത് ഒരു വ്യക്തി പോയി അത് ആ പരിപാടി അവിടെ കഴിഞ്ഞു, അയാൾ വേറെ എവിടെയും പോയി ചത്തുപോയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അയാള് ഷോയിൽ നിന്ന് എവിക്റ്റഡ് ആയി പോയി, പുറത്ത് ചെല്ലുമ്പോൾ അയാളെ കാണാലോ. ഇതുമാതിരി പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പ് അത് വേറെ. പിന്നെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ഞാനും ഗബ്രിയും തമ്മിൽ ഈ വൈറ്റ് വാഷ് തന്നെ, ഈ പെയിന്റ് അടിക്കൽ തന്നെയാണ്. ഇനിയിപ്പൊ തുടങ്ങിയാലാ 3-4 ആഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ പുറത്തേക്ക് വരുമ്പോഴുള്ള സ്ഥിതി പറയണ്ട. ഇതിപ്പോ ഗബ്രി പറഞ്ഞേക്കാളും വലത്തായിട്ട് പെയിന്റ് അടിച്ച ആള് പറയും, അത് വേറെ കാര്യം. അപ്പൊ അതിനൊക്കെ വേണ്ടി ഓൾറെഡി ചേച്ചി തുടങ്ങിയിരിക്കുകയാണ് വെളുപ്പിക്കല്. ഒരു കാര്യം നടക്കില്ല, കാരണം ആത്മാർത്ഥമായി പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇരുന്ന് മെഴുകുന്നത് അല്ലെങ്കിൽ ഇരുന്ന് ഈ ചെയ്ത തെറ്റുകളുടെ മേൽ വീണ്ടും വീണ്ടും ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ സ്നേഹബന്ധമാണ്, അതിനെ നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയാത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അലക്കി വെളുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ്സുകളായി രേഖപ്പെടുത്തുക. കാരണം ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം. ഇപ്പൊ ചില ആളുകൾ അവള് ചെറിയ പെൺകുട്ടിയല്ലേ, അതിനേക്കാളും ചെറിയ ആളുകൾ ആ ബിഗ് ബോസ് ഷോയിലുണ്ട്. ഇതിനേക്കാളും നല്ല വൃത്തിയായി പെർഫോം ചെയ്ത് എങ്ങനെ ഒരു സമൂഹത്തിൽ പെരുമാറണമെന്ന് നന്നായി അറിയുന്ന പെൺകുട്ടികൾ ആ ഷോയിലുണ്ട്. അവർക്കും കൂടി മോശപ്പേര് വരുത്താൻ വേണ്ടി ഇതുപോലെയുള്ള ആളിഞ്ഞ കേസ് കിട്ടും. ഞാൻ പറയാം, ആളിഞ്ഞ കേസ് കിട്ടല്ലേ, ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മള് നിങ്ങളുടെ കമന്റ്സുകളും നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യാൻ മറക്കരുത്, കമന്റ്സ് മറക്കരുത്. കാരണം നിങ്ങൾ ഇതിന് കമന്റ് ഇടണം. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ സഹിക്കണതാ, നമ്മൾ എന്തിനു ഈ കാര്യം സഹിക്കണം? ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങള് നമ്മൾ സഹിക്കണം. ബിഗ് ബോസ് ആണെങ്കിൽ ഇതിന് പിന്നാലെ മാത്രമേ ക്യാമറയും കൊണ്ട് പോകത്തുള്ളൂ. കാരണം ഈ അളിഞ്ഞ പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേക സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എല്ലാവരും ടാറ്റാ, ബൈ.